ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പം ഗാർഡനിങ്ങിൻ്റെ പണി, കുറച്ച് ചെടികളൊക്കെ വെള്ളത്തിനകത്തും ഒക്കെ കുത്തി വെക്കാനും ഒക്കെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിനാണ് ഈ കുപ്പികളൊക്കെ വെച്ച് നമ്മളൊന്ന് കുതിരാൻ വെച്ചിരുന്നതായിരുന്നേ. അതെ, നമ്മുടെ അസിസ്റ്റൻറ്റുമാർ 2 പേരും കൂടെ ഇജയും വെളിച്ചനും കൂടെ ചേർന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എല്ലാം ഫുള്ള് ക്ലീൻ ആക്കുവാണ് 2 പണിക്കാരെല്ലാം കൂടി ചേർന്ന്. അപ്പോൾ ഈ കുപ്പികൾ 4 എണ്ണമാണ് എനിക്ക് മൊത്തം ഉള്ളത്. പച്ച കുപ്പികൾ 2 എണ്ണമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം കുറേ ദിവസമായിട്ട്, ഒരാഴ്ചയോളമായിട്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞതിന് കാരണം പനിയുടേതായ അസ്വസ്ഥത കാരണം വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോയാണ്. പക്ഷേ ഈ പനിയുടെ അസ്വസ്ഥത കാരണമായിരുന്നു നമുക്കത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യണ്ട, അങ്ങോട്ട് എത്തിയില്ല. 2 പച്ചക്കുപ്പി നമ്മൾ ഇങ്ങനെ ആക്കി അതിൽ ലക്കി ബമ്പ് നട്ട് വെച്ചു. സെക്കൻഡ് വന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരു വെയിലെന്നോ ചാക്കെന്നോ എന്തെങ്കിലും പറയാം, ഒരു തരം മീനിൻ്റെ കൂട്ട് മൗൾഡിറ്റുകളെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അതിൻ്റേതായ കുറേ സാമഗ്രികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട്, പൂർണ്ണമായിട്ടും അതാണെന്ന് പറയത്തില്ല കേട്ടോ, പെർഫെക്റ്റായിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കുമല്ല, എന്നാലും ഒരു ചെറിയ ആശയത്തിൽ എത്തുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് ബൈൻഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് പുറമേ ആയിട്ടാണ് മൗൾഡിറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. അതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നു. പിന്നെ അതിന് സെറ്റാക്കാനുള്ളത് വാലിൻ്റെ ഏരിയ ആയിരുന്നു. ചിറകുകൾ 2 എണ്ണം കഴിയുമ്പം പിന്നെ വാലൂടെ സെറ്റാക്കിയിട്ട് നമ്മളിവിടെ ബ്ലൂ കളർ പെയിൻ്റാണ് കൊടുക്കുന്നത്. ബ്ലൂ കളർ കൊടുത്തിട്ട് നമ്മൾ അതിൽ ഒരു ചെറിയ ആർട്ട് പോലെ കാണിക്കുമായിരുന്നേ. കാരണം എല്ലായിടവും നേരെ വരയുന്നു, കുറേ കുത്തുകൾ, നേരെ വര, കുറേ കുത്ത് അതിനകത്ത്, അങ്ങനെ വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ കുത്തുകൾ കൊടുക്കുന്ന പരിപാടിയായിരുന്നേ. ഇത്തരത്തിലാണ് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ നമ്മൾ മുകളിലത്തെ ഭാഗങ്ങൾക്കും ഈ നടുവിലത്തെ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഫുള്ളായിട്ട് നമ്മളിത് തന്നെയാണ് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. മൊത്തത്തിൽ വരയുക, കുത്ത്, വരയുക, ഡോട്ടിടുക, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കാണാനൊരു ചെറിയ ലുക്കൊക്കെ വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് മുറ്റത്ത് വെച്ചിരുന്നത് കുറച്ച് നീളത്തിൽ വളർന്നു വന്നിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് കമ്പി കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് ലവ് ഷേപ്പിൽ, ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ആ ഷേപ്പിൽ അതിനെ ഒന്ന് പടർത്തി വിടാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കമ്പികൾ എടുത്തിട്ട്, ഈ അയവള്ളി കിട്ടുന്ന പോലത്തെ കമ്പി ഉണ്ടല്ലോ, അല്ല ഈ ഫോൺ കമ്പി പോലത്തെയൊക്കെ അത്രയുള്ള സംഭവം എടുത്തിട്ട് ഇങ്ങനൊരു സ്റ്റെയർ കേസിൻ്റെ ഒരു തൂണിൻ്റെ കുഞ്ഞൊരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. സ്റ്റെയർ കേസിൻ്റെ എല്ലാം വേസ്റ്റ് സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് അതൊരു ലവ് ഷേപ്പിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അതിനകത്തോട്ട് കുത്തി വെക്കുന്നു. പിന്നെ നമ്മൾ മണി പ്ലാന്റ് നീളം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഫുള്ള് കവർ ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളതിൻ്റെ ആ ഒരു ഏരിയയിലോട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പം ഹാർട്ട് ഷേപ്പിലെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ പ്ലാന്റിങ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത 4-മത്തേതാണ് അടുത്തൊരു ബോട്ടിലാട്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്ലാക്ക് കളർ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്, വീടിൻ്റെ ഫ്രണ്ടിലെ. അപ്പം സ്റ്റെപ്പിൽ സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നു, ലക്കി ബമ്പ് നടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഒരു വെൽക്കമിങ് പോലത്തെ സംഗതി ഉണ്ടാക്കാനാണ്. ഈ രാജസ്ഥാനി ആൾക്കാരുടെ ഇതുണ്ടല്ലോ എപ്പോഴും ഉള്ളത്, മീശക്കാരനും കൂളിംഗ് ഗ്ലാസ് വെച്ച പെണ്ണും തലയിൽ തുണിയിട്ട്, ആ സംഗതി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടതായിട്ട് മൗൾഡിറ്റ് കൊണ്ടിട്ട് ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. തലപ്പാവും ഒക്കെ റെഡിയാക്കുന്നു. പിന്നെ മീശർ ശരിയാക്കാനുണ്ട്, കൂളിംഗ് ഗ്ലാസിൻ്റെ ഏരിയ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് എടുത്ത് നിൽക്കുന്ന സംഗതികൾ മാത്രമേ നമ്മൾ മൗൾഡിറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ സെറ്റാകുന്നുണ്ട്. പിന്നെ നമ്മൾ മീശയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കക്ഷിയുടെ മീശയും കൂടെ സെറ്റാക്കുമ്പം ഏകദേശം അതിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് നമ്മൾ ഇനി പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്.
ഒന്ന് വരച്ചെടുക്കുക. നമുക്ക് ആ ഫേസും ഒക്കെ ഒന്ന് ഫേസിൻ്റെ ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ ഉടുപ്പ് ഇട്ടിരിക്കുന്നതായിട്ട് ഈ തലയിലെ തുണി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒന്നൊരു മെറൂൺ കളറിലാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കുറച്ച് തിളക്കും, കുറച്ച് ഗോൾഡൻ കൂടെ ആകുമ്പം മിക്സ് അതിൽ കൊടുക്കുമ്പം മെറൂൺ കളറിന് കുറച്ചുകൂടി ഒരു എടുപ്പുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലിപ്പൊക്കെ കൊടുത്ത് നോസിന് ഞാൻ 2 കുത്ത് മാത്രമേ ഇട്ടിട്ടുള്ളേ, നോസായിട്ട് തോന്നിക്കൊള്ളുമല്ലോ. അത് കഴിഞ്ഞ് കുറേ ഡോട്ട് ഇട്ട് കൊടുത്തിരുന്നു ഷോളൊന്ന് എടുത്ത് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് മീശക്കാരൻ്റെ ഇടത്തോട്ടാണ് ചെല്ലുന്നത്. അവിടെ നമ്മൾ തലപ്പാവിനൊക്കെ കുറേ ഈ കണ്ണേ കുത്തി പോലത്തെ കളേഴ്സൊക്കെ ഇല്ലേ, എടുത്ത് കാണുന്നൊക്കെ രീതിയിലുള്ള കുറേ കളേഴ്സിൻ്റെ വെച്ച് തലപ്പാവൊക്കെ റെഡിയാക്കി. പിന്നെ ബ്ലാക്ക് മാത്രം യൂസ് ചെയ്താൽ മതിയായിരുന്നു കഷിയുടെനകത്ത്. ബാക്കി ഫേസ് നമ്മൾ ആദ്യം അടിച്ച് വെച്ചിരുന്നു. അങ്ങനെ അതും സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു 3D പെയിൻ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ബോർഡറും ഈ പെണ്ണിൻ്റെ ഇതും കമ്മലും ഒക്കെ വെച്ച്. പിന്നെ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് സ്വീറ്റ് ഹോം എന്നും വെൽക്കം എന്നൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഐറ്റംസ്? ഞങ്ങളതിലെല്ലാം ലക്കി ബാമ്പുവൊക്കെ കുത്തിവെച്ച് മുൻവശത്തൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ ടാറ്റാ.